ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. ലോ ബഡ്ജറ്റിൽ എങ്ങനെ സാരിയിൽ സ്റ്റൈലിഷായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ സാരി കൊടുത്തൊന്ന് പുറത്ത് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചിലവാകും. അപ്പോൾ സാധാരണക്കാർക്കത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, നല്ല രീതിയിലൊന്ന് ഒരുങ്ങണം, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ. പക്ഷേ സാമ്പത്തികം അനുവദിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ ടിപ്സുകളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണുമ്പോൾ. ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലെ ആഗ്രഹമൊക്കെ നിറവേറ്റാം. സാരിയിലൊന്ന് നല്ല രീതിക്ക് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല സാരി, അണ്ടർ സ്കേർട്ട്, ബ്ലൗസ്, അതിൻ്റെ ലൈനിങ്, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതിൻ്റെ ചിലവ്, പിന്നെ അതിന് എല്ലാം കൂടെ ചേരുന്ന രീതിയിലുള്ള ഓർണമെൻറ്റ്സ്, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു തുകയാവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഇതിനെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റൈലിഷായിട്ടൊന്ന് റെഡി ആവേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സാരിയാണ്. പക്ഷേ ഇതിന് ഒത്തിരി കോസ്റ്റ് ഇല്ല. ഒരു 600 രൂപയാണ്. അതായത് സാധാരണ സാരികളുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1000, 2000 അല്ലെങ്കിൽ 1500, അതൊക്കെയാണ് ഒരു നല്ല സാരി എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് വരുന്നത്. പിന്നെ അതിൻ്റെ താഴെയുള്ള റേഞ്ചുകളിൽ നമുക്ക് സാരി നല്ലത് കിട്ടാനായിട്ട് നമ്മൾ നോക്കിയെടുത്താൽ, അതായത് നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സാരിയൊക്കെ ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ലോ ബഡ്ജറ്റിൽ നല്ല സാരി എടുക്കാനായിട്ട് നോക്കുക. 600 രൂപയുടെ ഖാദി കോട്ടൻ്റെ സാരിയാണിത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കിതിന് ബ്ലൗസ് ഇടാനില്ല. അപ്പോൾ ബ്ലൗസ് ഇനി വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനൊരു എമൗണ്ട് ആവും. അപ്പോൾ അത് നടക്കില്ല. സോ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഐഡിയ വന്നു. എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് ടോപ്പ് ഇതുണ്ടോ, ഇത് ഒരു വൈറ്റ് ടോപ്പ് എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നൊരു ടോപ്പാണ്. അപ്പോൾ നമുക്കിതുപോലെ എന്തെങ്കിലും ഈ സാരിയിൽ നമുക്കിപ്പോൾ ഏത് കളറാണ് ബ്ലൗസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു ടോപ്പ് എടുക്കുക. ടോപ്പ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ ടോപ്പ് ഒരു 200 രൂപയ്ക്കൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബ്ലൗസ് ആക്കാൻ പോവാണ് കേട്ടോ. അത് ഈ 2 കെട്ടൊക്കെ ഇതിനകത്തുണ്ട്. ഒരു 200 രൂപയ്ക്ക് ആവുള്ളൂ ടോപ്പുകൾക്കൊക്കെ. അപ്പോൾ അതുപോലെ ഒരു ടോപ്പ്, ഇതിന് നമുക്ക് ഏത് സാരിയാണോ അതിന് പറ്റിയിട്ടുള്ള കളർ കോമ്പിനേഷനുള്ള ഒരു ടോപ്പ് എടുക്കുക. എന്നിട്ട് ആ ടോപ്പ് ഇട്ടിട്ട് ഇതിപ്പോഴത്തേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് അതിനകത്തേക്ക് കിട്ടുന്നു. ഇങ്ങനെ ഫ്രണ്ട് വെറുതെ ഒന്നിങ്ങനെ മടക്കുന്നു, ബാക്ക് ഒന്ന് മടക്കുന്നു, പിന്നെ ഒന്ന് വീണ്ടും ഒന്ന് മടക്കുന്നു, വീണ്ടും ഒന്ന് മടക്കുന്നു. ഇതാ അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനൊരു ഇത് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് കെട്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു ബണ്ണുണ്ട്. ഈ ഒരു ബണ്ണിനെ നമ്മൾ ഈ ബാക്കിലൊന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ബാക്കിലൊരു സ്റ്റൈലായി, ബാക്കൊരു സ്റ്റൈലായി. ഓക്കെ, ഇങ്ങനെ ഒന്ന് സ്റ്റൈലായി കഴിഞ്ഞിട്ട് നമ്മളിനി ചെയ്യേണ്ടത് എന്താ, നമ്മുടെ കൈ ഇത്രയ്ക്ക് കൈ വെച്ചിട്ട് സാരി കൊടുക്കാൻ ആ സാരിക്ക് അത് ചേരുന്നില്ലെങ്കിൽ നമ്മൾ കൈനൊന്ന് മുകളിലൊക്കെ ആക്കി നമ്മുടെ എൽബോൻ്റെ വരെയുള്ള രീതിക്ക് സ്ലീവ് ഒന്ന് ആക്കുന്നു. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് നിൽക്കും, അത് ഓക്കെയാണ്. അതല്ല പിൻ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നു. അപ്പം നമ്മൾ സാരി എടുത്തിട്ട് ഇനി പടപടയെന്നാണ് കാര്യങ്ങൾ. ഇനി സ്പീഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉള്ള സാരി എപ്പിസോഡ്സിലൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങ് ഫാസ്റ്റായിട്ടൊന്ന് സാരി ഉടുക്കുക. സാരി ഉടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സാരി എപ്പിസോഡ്സുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പല സ്റ്റൈലിലും നമ്മൾ സാരി എടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. പിന്നെ ഇടയ്ക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലൊന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇച്ചിരി വയറ് കൂടിയോ എന്നൊരു സംശയം. ഇങ്ങനെയുള്ള സാരികളൊക്കെ 1 പ്ലീറ്റ് ഇടുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഈ സാരി അങ്ങ് 1 പ്ലീറ്റ് ഇടുന്നു. മാക്സിമം ഞാൻ സ്പീഡ് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സാരി ഉടുക്കുന്നത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. എന്താണെന്നറിയോ, നമുക്കത് നേരത്തെ ഉള്ള സാരി എപ്പിസോഡ്സുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു ലോ ബഡ്ജറ്റിൻ്റെ കാര്യം പറയുമ്പോൾ സാരി ഉടുക്കുന്നതും കൂടെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ
നമുക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് ഈ പ്ലേറ്റുകളൊക്കെ ഒന്ന് എടുക്കുക. എടുത്തിട്ട് പിൻ ചെയ്യണം. പിന്നിവിടെ പിൻ ചെയ്തു. പക്ഷേ ഈ കോട്ടൺ സാരികൾ, ഖാദി കോട്ടൺ അങ്ങനെയുള്ളതൊക്കെ ഇത്തിരി മെലിഞ്ഞവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്നിങ്ങനെ ചെത്തായിട്ടൊന്ന് തടിയുള്ളതായിട്ട് തോന്നും. പിന്നെ അങ്ങനെ തടി ഉള്ളവർക്ക് ഇതിങ്ങനെ കൊടുക്കാൻ പാടില്ല ഒന്നുമില്ല. ഇതൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുകയൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഹെയർ സ്റ്റൈൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റൈലൊക്കെ വരുമ്പോൾ ബ്ലൗസിന് വേറെ ഇങ്ങനെ ഒരു സ്റ്റൈൽ കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡേൺ ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു സാരീസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റൈലൊക്കെ ആകുമ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽ ഇതുപോലെ, ഈ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഹെയർ സ്റ്റൈൽസുകളൊക്കെ കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പം നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ഇട്ടിട്ട് പിന്നെ ഈ ഒരു കമ്മൽ വരുന്നത് 100 രൂപയാണ്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് ഒരു 600, പിന്നെ ഒരു 200 ടോപ്പിന്, പിന്നെ ഒരു ഇയറിങ്സ് അങ്ങനെ എന്തെങ്കിലും ഇടുക. പിന്നെ ഒരു ബാംഗിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ജസ്റ്റ് നമ്മൾ സാധാരണ കയ്യിൽ ഒരു വാച്ച് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ റിങ്, അതുതന്നെ റിങ്ങൊക്കെ നേരത്തെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വിഷയമൊന്നുമില്ല. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിലും റിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 റുപ്പീസ് 40 റുപ്പീസിലൊക്കെ നല്ല റിങ് കിട്ടും. അപ്പോൾ എല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 600 + 200 800, 800 + 100 ഇയറിങ്സിന് അപ്പോൾ എത്രയാവും? 800 + 100 900, എല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 റുപ്പീസിൽ നമുക്ക് സ്റ്റൈലിഷായിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് റെഡിയായിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റും. അല്ലാതെ അതിനേക്കാളും ഭയങ്കരമായിട്ട് നമ്മൾ ചിലവാക്കിയിട്ട് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ലോ ബഡ്ജറ്റിലും കൂടെ നമുക്ക് നന്നായിട്ട് ഒരുങ്ങി പോവാം. ഇത് നല്ല ഒരു ഹീൽ ചെരുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലുക്കായി. ഒരു ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ സെറ്റായി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെൽ ബട്ടൺ ഇതൊന്നും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും എടുത്ത് പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക് യു, നമസ്കാരം. ഫൈനൽ ലുക്ക് കാണിക്കാവേ.